7 പേർ ക്രൂരമായി മർദ്ദിച്ചെന്ന് തിരുവനന്തപുരം വിതുരയിൽ ആക്രമണത്തിനിരയായ 16-കാരൻ പറയുന്നു. മർദ്ദിച്ച 7 പേരും ഒപ്പം പഠിച്ചവരാണ്. ഒരാളുടെ സഹോദരിയെക്കുറിച്ച് താൻ മോശമായി പറഞ്ഞു എന്നാരോപിച്ചായിരുന്നു മർദ്ദനം അഴിച്ചുവിട്ടത്. ചിലർ മദ്യപിച്ചിരുന്നുവെന്നും 16-കാരൻ 24-നോട് പറഞ്ഞു. യവന്മാർ 2 പയ്യന്മാർ എൻ്റെ കൂടെ പഠിച്ചിരുന്നു. ഒരു 5 പേര് 5, 6, 7 പേരുണ്ടായിരുന്നു. 7 പേരും കൂടി എൻ്റെ കൂടെ പഠിച്ച ഞാനും അനിയനും കൂടി ഇവിടെ കിടക്കുന്ന സമയത്ത് ഒരു പയ്യൻ വന്നിട്ട് ഇവൻ്റെ അനിയത്തി ഞാൻ എന്തോ പറഞ്ഞെന്നും പറഞ്ഞ് ഒരു പയ്യനാണെങ്കിൽ എന്നെ വിളിച്ചായിരുന്നു ആദ്യം. അപ്പോഴും ഞാൻ പറഞ്ഞ സംഭവം എന്താടാന്ന് ഞാൻ ചോദിക്കുകയാണ്. എന്തിനാണെന്നൊക്കെ ചോദിച്ചിട്ട് ഇവൻ്റെ അനിയത്തിയെ ഞാൻ എന്തോ പറഞ്ഞെന്നും പറഞ്ഞാണെങ്കിൽ ആദ്യം എന്നെ ഒരടി എൻ്റെ കവിളിൽ അടിച്ചായിരുന്നു. ആ വാഴപ്പണയെ കൊണ്ടുപോയി കവിളിൽ അടിച്ചിട്ടാണെങ്കിൽ ഞാൻ നോക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് തിരിച്ച് കാര്യം ചോദിച്ചപ്പോൾ ഒരുത്തം വന്ന് വീണ്ടും ഒരടി കവാലത്തെ അടിച്ച് എൻ്റെ കഴുത്തോടെ വലിച്ചെടുത്തുകൊണ്ട് പോയി. ഞാൻ കമന്ന് തലകുത്തനെ ചെന്ന് വീണ് പിന്നെ യവന്മാരെ അവിടെ ഇട്ട് എന്നെ അടിച്ചെന്ന് പറഞ്ഞാൽ നല്ല ഇടിയിടിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് തത്സമയം ചേരുന്നു. ഷഫീദ്, ഗുഡ് മോർണിംഗ്. പറയൂ. ഇത് കുട്ടികൾക്ക് നേരെയുള്ള ആക്രമണം വ്യാപകമാകാണല്ലോ ഷഫീദ്. ഈ നാട്ടിൽ എന്തൊക്കെയാണ് ഈ നടക്കുന്നത്? ഉറപ്പായിട്ടും സംസ്ഥാനത്ത് ഈ സ്കൂൾ വിദ്യാർത്ഥികൾ അതേപോലെ തന്നെ യുവാക്കൾ അവർ നടത്തുന്ന ക്രൂരമായിട്ടുള്ള അക്രമ സംഭവങ്ങളിൽ നിന്ന് നിയമസഭയിലടക്കം വരുന്നുണ്ട്. നിയമസഭയിൽ പ്രതിപക്ഷം ഇന്ന് അടിയന്തര പ്രമേയമായി ചർച്ചയാകുന്നത് ഈ വിഷയം തന്നെയാണ്. താമരശ്ശേരിയിലെ വിഷയമടക്കം വലിയ ശ്രദ്ധയായി ചർച്ചയായി മാറുന്നതിനോടെയാണ് തിരുവനന്തപുരം വിതുര തൊളിക്കോട് നിന്ന് ഇന്നലെ രാത്രി നമ്മളൊരു വാർത്ത നൽകുന്നത്. അത് കഴിഞ്ഞ 16-ാം തീയതി നടന്ന ഒരു സംഭവമായിരുന്നു. അതായത് ഈ പെൺകുട്ടിയെക്കുറിച്ച് മോശമായി എന്തോ പറഞ്ഞു എന്നുള്ള കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് 16 വയസ്സുള്ള ഒരാളെ സംഘം ചേർന്നുകൊണ്ട് ചില ആൺകുട്ടികൾ ചേർന്ന് മർദ്ദിച്ചത്. ആ മർദ്ദനത്തിൻ്റെ ക്രൂരമായ ദൃശ്യങ്ങളടക്കം നമ്മൾ ഇന്നലെ പുറത്തുവിട്ടിരുന്നു. ഇപ്പോൾ ആ വിദ്യാർത്ഥി 24-നോട് പറഞ്ഞിരിക്കുന്നത് ക്രൂരമായിട്ടുള്ള മർദ്ദനം തനിക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നു എന്നുള്ളതാണ്. വീട്ടിൽ നിന്ന് തന്നെയും തൻ്റെ സഹോദരനെയും വിളിച്ചിറക്കി തൊട്ടപ്പുറത്തെ തോട്ടത്തിലേക്ക് കൊണ്ടുപോയിട്ടായിരുന്നു മർദ്ദനം. ആ സംഘത്തിൽ 7ഓളം ആളുകളുണ്ടായിരുന്നു. 7 പേരും ഇയാളുടെ സുഹൃത്തുക്കളായിരുന്നു. അതല്ലെങ്കിൽ 7 പേരും ഇയാളുടെ ഒപ്പം പഠിച്ചവരാണ് എന്നുള്ളതാണ് ഇതിലെ മൂക്കത്ത് വിരൽ വയ്ക്കുന്ന കാര്യം. മാത്രമല്ല തലയ്ക്കും അതേപോലെ തന്നെ മുഖത്തുമൊക്കെ അടിച്ചു, അസഭ്യം പറഞ്ഞു. അതിനൊക്കെ അപ്പുറത്തേക്ക് ഇത് പുറത്ത് പറഞ്ഞാൽ ഭീഷണിപ്പെടുത്തുമെന്നുള്ള ഭയം കൊണ്ടാണ് രക്ഷകർത്താക്കളോട് പറയാതിരുന്നത് എന്നുള്ള കാര്യം കൂടി ഇപ്പോൾ ഈ കുട്ടി വ്യക്തമാക്കുന്നുണ്ട്. ഏതായാലും കഴിഞ്ഞ 16-ാം തീയതി നടന്ന സംഭവം ഈ നാട്ടിലൊക്കെ ഒരു നാടൻ പ്രദേശമാണ്, ഗ്രാമീണ മേഖലയാണ്. അവിടെ ഈ ദൃശ്യങ്ങളടക്കമുള്ള കാര്യങ്ങൾ പ്രചരിച്ച ഈ കുട്ടിയുടെ മർദ്ദനമേറ്റ കുട്ടിയുടെ രക്ഷകർത്താക്കളുടെ മുൻപിലേക്ക് മിനിഞ്ഞാന്ന് വൈകിട്ടാണ് എത്തിയത്. അതിനുശേഷമാണ് ഇന്നലെ അവർ ആര്യനാട് പോലീസിൽ പരാതി നൽകിയത്. ഏതായാലും ആര്യനാട് പോലീസ് സംഭവത്തിൽ കേസെടുത്ത് ജുവനൈൽ ജസ്റ്റിസ് വകുപ്പ് പ്രകാരം റിപ്പോർട്ട് അടക്കമുള്ള കാര്യങ്ങൾ നൽകിയിട്ടുണ്ട്. ഈ വിഷയത്തിൽ തിരുവനന്തപുരം റൂറൽ എസ് പി വളരെ ഗൗരവമുള്ള അന്വേഷണം നടത്തണം എന്നുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്. തീർച്ചയായിട്ടും അന്വേഷിക്കണം. കാരണം ഇതൊക്കെ മുളയിലെ നുള്ളിക്കളയണം. ഏതെങ്കിലും ഒരു കുട്ടി എന്തെങ്കിലും പറഞ്ഞു എന്ന പേരിൽ സംഘം ചേർന്ന് വന്ന് മർദ്ദിച്ച് അവശനാക്കുക, ചിലപ്പോൾ കൊലപ്പെടുത്താനും മടിക്കില്ല. ആ രീതിയിലുള്ള വില്ലന്മാർ ഇപ്പോൾ കുട്ടികൾക്കിടയിൽ ഉണ്ട് എന്നുള്ളതാണ്. പ്രായക്കുറവുണ്ട് എന്ന് കരുതി വില്ലൻ പണിക്ക് ഒരു കുറവുമില്ല.